Hello everyone, welcome to the video of critical studies wherein we'll be discussing the introduction to Orientalism by Edward Said. So, Edward Said is a prominent Palestinian and American scholar who is also a literary theorist, and Orientalism is a seminal work in the field of post-colonial studies and cultural criticism. It was first published in 1978, and what we have to study is just the introduction, which is divided into three main parts. So let's get into it without any further introduction. So, in the starting of this book, Orientalism, Said begins by paraphrasing the writers of a French journalist view of the present day Orient in order to express the major common Western misconception about the East. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് പാർട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ജേർണലിസ്റ്റിനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ ഫ്രഞ്ച് ജേർണലിസ്റ്റിൽ സംസാരിക്കുന്നത് ഷോട്ടോബ്രിയാൻഡ് ആൻഡ് നെർവാൽ, അത് ഓറിയൻ്റലിസ്റ്റാണ്. അവരുടെ റൈറ്റിങ്സിൽ ഒരു ഓറിയൻറ്റിനെ കുറിച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഓറിയൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ, ദ ഓറിയൻറ്റ് വാസ് ഓൾമോസ്റ്റ് എ യൂറോപ്യൻ ഇൻവെൻഷൻ ആൻഡ് ഹാസ് ബീൻ സിൻസ് ആൻറ്റിക്വിറ്റി എ പ്ലേസ് ഓഫ് റൊമാൻസ്, എക്സോട്ടിക് ബീയിങ്സ്, ഹോണ്ടിങ് മെമ്മറീസ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ആൻഡ് റിമാർക്കബിൾ എക്സ്പീരിയൻസസ്. നമ്മളെല്ലാവരും കേൾക്കുന്ന രണ്ട് ടേംസാണ്, പ്രത്യേകിച്ച് പോസ്റ്റ് കൊളോണിയലിസത്തിൽ വരുമ്പോൾ കേൾക്കുന്ന ഒരു ടേംസാണ് ഓറിയൻ്റ് ആൻഡ് ഓക്സിഡൻറ്റ്. എന്നിട്ട് അത് ഓറിയൻ്റ് എന്ന് പറയുന്നത് ഈസ്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണെന്നും ഓക്സിഡൻറ്റിനെ വെസ്റ്റ് ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്തതെന്നും നമുക്കറിയാം. പക്ഷെ ശരിക്കും ഈ ഒരു ഓറിയൻ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൺസ്ട്രക്റ്റ് ആണ്. അതൊരിക്കലും ഒരു റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരോ ഒന്നുമല്ല. ഒരു വെസ്റ്റേൺ ഐഡിയ ആണ്, ഒരു കോൺസെപ്റ്റാണ്. അത് അത്രമാത്രം പോപ്പുലർ ആവുകയും ചെയ്തു. കാരണം ഒന്ന്, അത് സിംബലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുന്നത് ബ്രിട്ടീഷ്, ഫ്രാൻസ്, അവരുടെ ഏറ്റവും റിച്ചസ്റ്റും ഓൾഡസ്റ്റും ആയിട്ടുള്ള കോളനീസ്, ഇന്ത്യ, അതുപോലെ ചൈന, ജപ്പാൻ, അങ്ങനത്തെ ബിബ്ലിക്കൽ ലാൻഡ്സും ഇതെല്ലാം തന്നെയാണ് കൂടുതലും ഓറിയൻ്റ് എന്ന് പറയുമ്പോൾ അത് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അതിൽ പല രാജ്യങ്ങളും ഒരു കാലത്ത് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പിന്നീട് അമേരിക്കയുടെയും ഏറ്റവും സമ്പന്നവും ഏറ്റവും പുരാതനവും ആയിട്ടുള്ള കോളനീസ് ആയിരുന്നു ഒരു കാലത്ത്. മാത്രമല്ല അവിടെ ഒരു സിവിലൈസേഷനും ലാംഗ്വേജും അതിൻ്റെ എല്ലാം ഒരു സോഴ്സും കൂടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ ഒരു കൾച്ചറൽ കോണ്ടെസ്റ്റാണ്, ഒരു അതറാണ്. വെസ്റ്റ് എന്തൊക്കെയാണോ സിംബലൈസ് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈസ്റ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അതർ എന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് ഓറിയൻ്റ് എന്നുള്ളൊരു ലേബൽ അല്ലെങ്കിൽ ഒരു കാറ്റഗറി കൊടുക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഓറിയൻറ്റ്. അപ്പോൾ എന്താണ് ഓറിയൻ്റ് എന്ന് നമ്മളൊരു ഐഡിയ പറഞ്ഞു. ഇനിയിപ്പോൾ ഓറിയൻ്റലിസം എന്താണ്, അല്ലെങ്കിൽ ഒരു ഓറിയൻ്റലിസ്റ്റ് എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എനിവൺ ഹു ടീച്ചേഴ്സ്, റൈറ്റ്സ് അബൌട്ട് ഓർ റീസേർച്ചേഴ്സ് ദി ഓറിയൻറ്റ് is Orientalist, and what he or she does is called Orientalism. It is often compared with Oriental studies or area studies, but the point is that even if it does not survive as it once did, Orientalism lives on academically through its doctrines and theses about the Orient and the Oriental. അപ്പോൾ എന്താണ് ഓറിയൻ്റ് നമ്മൾ പറഞ്ഞു. എന്താണ് ഓറിയൻ്റലിസം എന്നത്? ആരാണോ ഈ ഓറിയൻറ്റിനെ കുറിച്ച് പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അയാൾ ഓറിയൻ്റലിസ്റ്റ് ആണെന്നും ആ ഒരു ഡിസിപ്ലിനെയാണ് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്. ഇതിനെ പലപ്പോഴും ഏരിയ സ്റ്റഡീസ്, ഓറിയൻ്റൽ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഓറിയൻ്റലിസം അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റ്, ഓറിയൻ്റ് എന്ന വാക്കുകളെല്ലാം തന്നെ ഇപ്പോഴും അക്കാഡമിക് ഡിസിപ്ലിനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നതും ഈ ഒരു വെസ്റ്റേൺ സുപ്രീമസി തന്നെയാണ്. കാരണം ഒരു കാലത്ത് കോളനീസ് ആയിരുന്ന രാജ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ കോളനീസ് അല്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും പക്ഷേ ആ ഒരു ഓറിയൻ്റ് എന്നുള്ളൊരു ഐഡിയയ്ക്ക് ഒരു കോട്ടും തട്ടിയിട്ടില്ല.
So basically, the first distinction or definition is that Orientalism or Orient is examined as discourse, and the second thing is that it is also thought of as a style of thought based upon an ontological, that is based on meaning, and epistemological, that is based on origin, distinction between the Orient and the Occident. ഓക്സിഡൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഓറിയൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. കാരണം എന്തൊക്കെയാണോ വെസ്റ്റിൽ ഇല്ലാത്തത് അതൊക്കെയാണ് ഈസ്റ്റിലുള്ളത്. അത് മാത്രമല്ല, കുറച്ചും കൂടി ഒരു ബെറ്റർ സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ സിവിലൈസേഷൻ ആണ് എന്നുള്ളൊരു ഒരു മിസ്കൺസെപ്ഷൻ അതും കൂടി ഉണ്ടായി വരാൻ കാരണം ഓറിയൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട് വന്ന കുറേ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ളൊരു ബിലീഫ്സും കാരണമാണ്. And then he also defines Orientalism as that which can be studied, discussed and analyzed as the corporate institution for dealing with the Orient. That is, the Occident more often makes statements about it, authorizes views on it, describes it, teaches it, rules over it, and basically it tries to construct Orientalism as a style for dominating, restructuring and having an authority over it. And this is what is mainly how the Orient is conceived of, as something which can be controlled by the Occident. അപ്പോൾ ആദ്യത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും കോളനീസ് ആയിരുന്നു കൂടുതലും ഈ ഒരു ഓറിയൻറ്റ് എന്ന് പറഞ്ഞു വരുന്ന രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ വേൾഡ് വാറിന് ശേഷം അമേരിക്കൻ കൂടി പിക്ചറിലേക്ക് വരുന്നുണ്ട്. പക്ഷെ കൂടുതലും സൈഡ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു ബ്രിട്ടീഷ്, ഫ്രാൻസ് അവരുടെ ഒരു അതോറിറ്റിയും ഐഡിയോളജിയും ഒക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ സംസാരിക്കുന്നത്. കാരണം ബ്രിട്ടീഷ് ഫ്രഞ്ച് കോളനൈസേഴ്സിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഓറിയൻ്റ് എന്ന് പറയുന്നത് വളരെയധികം മിത്തിക്കൽ അല്ലെങ്കിൽ ഫാൻറ്റാസ്റ്റിക്കൽ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക പിക്ചറിലേക്ക് വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അമേരിക്കയ്ക്ക് കുറച്ചും കൂടി ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയോളജിയാണ് പ്രത്യേകിച്ച് ചൈന, ജപ്പാൻ പോലത്തുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും വിശ്വസിച്ചിരുന്നത് ഓറിയൻ്റ് എന്ന് പറഞ്ഞു വരുന്ന എല്ലാ സ്ഥലങ്ങളും, എല്ലാ രാജ്യങ്ങളും വളരെ എക്സോട്ടിക്കാണ്. അതായത് ഒരുപാട് മിത്സ് നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ്. സ്വർണം പോലത്തുള്ള അമൂല്യ വസ്ത്രങ്ങളും അമൂല്യ രത്നങ്ങളും ഒരുപാട് കണ്ടുപിടിക്കാൻ സാധ്യത ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ സ്വർണം പൂശിയ കെട്ടിടങ്ങളും മറ്റ് ആർക്കിടെക്ചേഴ്സ് ഇവിടെ കാണുമെന്നും ഇവിടുത്തെ ആൾക്കാരിലും ഒരു രീതിയിലുള്ളൊരു വളരെ ഫാൻറ്റാസ്റ്റിക്കലായിട്ടുള്ളൊരു ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് ആണൊരു വിശ്വാസം. ബൈ ദാറ്റ് ഐ മീൻ ദർ ഇസ് എ ലോട്ട് ഓഫ് സ്റ്റീരിയോ ടൈപ്പ്. പൊതുവെയുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് അൺസിവിലൈസ്ഡ് ആണ്, ബാർബാറിക് ആണ്, അവരെ സിവിലൈസ് ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് വൈറ്റ് മാൻ്റെ ആണ്, ഒരു ബേർഡൻ ആണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഒബ്വിയസ്ലി കോളനൈസേഷൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഒരു അപ്പിയറൻസിലും അതുപോലെ തന്നെ വസ്ത്രധാരണത്തിലും അവരുടെ ഓരോ കൾച്ചറിലും അവരുടെ ട്രഡീഷൻസിലും വരെ മാറ്റമുണ്ട്. ഒബ്വിയസ്ലി ആ ഒരു ഈസ്റ്റേൺ വെസ്റ്റേൺ ഡിവിഷനുണ്ട്. പക്ഷേ വെസ്റ്റേൺ കൾച്ചർ മാത്രമാണ് സുപ്പീരിയർ എന്നുള്ളൊരു ഒരു അസംഷനും ഈസ്റ്റേൺ കൾച്ചേഴ്സ് വാല്യൂ ഇല്ല അല്ലെങ്കിൽ അത് ഒട്ടും ബാർബാറിക് ആണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു അസംഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. And then in the second part he gives 3 main qualifications that the West had about the East. The first one is that the Orientalism is not just an idea with no reality. അതായത് പൊതുവേ ഉള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് ഓറിയൻ്റലിസം എന്ന് പറയുന്നത് വെറും ഒരു ഐഡിയ മാത്രമാണ്, റിയാലിറ്റി ഇല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് സെയ്ഡ് ഡിസപ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം
ഈസ്റ്റേൺ രാജ്യങ്ങളിലെ പലരുടെയും ഒരു കൾച്ചറും ഐഡൻറ്റിറ്റിയും കസ്റ്റംസും എടുത്ത് നോക്കുമ്പോൾ തന്നെ വെസ്റ്റേൺ കൾച്ചറിനെക്കാട്ടിലും ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരു കൾച്ചർ ഈ ഒരു ഈസ്റ്റേൺ റീജിയൻസിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് റിയാലിറ്റി. പക്ഷേ വെസ്റ്റേൺ ഐഡിയോളജി എന്താണ്? ഈസ്റ്റേൺ കൺട്രീസ് ഒട്ടും സിവിലൈസ്ഡ് അല്ല, എഡ്യൂക്കേറ്റഡ് അല്ല, അവർക്കൊന്നും അറിയത്തില്ല. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വെസ്റ്റിൻ്റെ ആണ് എന്നുള്ളൊരു മിത്താണ് വെസ്റ്റേണേഴ്സ് പോപ്പുലറൈസ് ചെയ്യുന്നത്. So Edward Said says that there were and are cultures and nations whose location is in the East and their lives, histories, customs have a broad reality, obviously greater than anything that could be said about them in the West. അതാണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ. സെക്കൻഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് the relationship between Orient and Occident is that of power. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്? ഓറിയൻറ്റിൻ്റെയും ഓക്സിഡൻറ്റിൻ്റെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു പവറും ഹെജമണിയും റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അതായത് ഓറിയൻ്റ് എന്നുള്ളൊരു വാക്കും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ബിലീഫും ഡെഫിനിഷനും എല്ലാം ആരെന്നെയാണ് ഉണ്ടാക്കുന്നത്? ഓക്സിഡൻ്റ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു രീതിയിലുള്ളൊരു അതോറിറ്റിയും അല്ലെങ്കിൽ ഒരു കൺസെൻറ്റും ഈസ്റ്റേൺ കൺട്രീസ് കൊടുക്കുന്നില്ല. പലപ്പോഴും അവർക്കൊരു വോയിസ് പോലും നൽകാറില്ല. അതൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഫ്ലോബേർട്ട് എന്നുള്ളൊരു റൈറ്റർ അതേ ഒരു ഈജിപ്ഷ്യൻ കോർട്ടിസിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അവരുടെ പേര് കുച്ചുക് ഹനം എന്നാണ്. പക്ഷേ കുച്ചുക് ഹനമിനെ കുറിച്ച് പറയുന്ന സമയത്തും ഫ്ലോബേർട്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മളവിടെ കാണുന്നത്. ഈ ഒരു സ്ത്രീയുടെ വോയിസോ ഈ ഒരു സ്ത്രീയുടെ മൈൻഡ് സെറ്റോ ബിലീഫോ നമ്മളവിടെ കാണുന്നില്ല. അവിടെ പറയുന്നത് she never spoke of herself. She never represented her emotion, presence or history. He spoke for and represented her. He was foreign, comparatively wealthy, male, and these were the historical fact of domination that allowed him not only to possess Kuchuk Hanam physically, but to speak for her and tell his readers in what way she was typically Oriental. അപ്പോൾ അതുപോലെ ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് ഓറിയൻറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരെ വെസ്റ്റേൺ ആൾക്കാർ കോളനൈസേഴ്സ് പൊതുവെ അവരുടെ വോയിസ്, അവരുടെ ഹിസ്റ്ററി, അവരുടെ കൾച്ചർ, ഐഡൻറ്റിറ്റി എല്ലാം തന്നെ മൂടി വെച്ചുകൊണ്ട് അവർക്കൊരു ഫേക്ക് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വെസ്റ്റേണേഴ്സ് തന്നെ കൊടുക്കുന്നു. അവർക്കൊരു അതോറിറ്റിയും കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവരെ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യുന്നത് വെസ്റ്റേണേഴ്സാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഓറിയൻറ്റും ഓക്സിഡൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പവറിനെ ബേസ് ചെയ്താണ്. അവിടെ ഏറ്റവും കൂടുതൽ പവർ ആർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാ പവറും ആർക്ക് തന്നെയാണ്? ഓക്സിഡൻറ്റിന് തന്നെയാണ്. മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓറിയൻ്റലിസം ഇസ് എ സ്ട്രക്ചർ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലൈസ് ആൻഡ് മിത്ത്. ഇത് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ സെയിം ആണ്. അതായത് പൊതുവെയുള്ളൊരു വിചാരം ഓറിയൻ്റായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാം തന്നെ അവർക്കൊരു സ്വന്തമായിട്ടൊരു റിയാലിറ്റി ഇല്ല, സ്വന്തമായിട്ടൊരു സ്ട്രക്ചർ ഇല്ല, ഉള്ളതെല്ലാം ലൈസ്, വെറും കള്ളങ്ങളും പുരാണങ്ങളും മാത്രമാണ് എന്നുള്ളൊരു അസംഷൻ ഉണ്ടെന്ന് പറയുന്നു. എഗെയിൻ സെയ്ഡ് അത് ഡിസപ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു കൾച്ചറും ഐഡൻറ്റിറ്റി എല്ലാം തന്നെ ഉണ്ട്. അത് മൂടി വെക്കുന്നത് വെസ്റ്റേണേഴ്സാണ്. അല്ലെങ്കിൽ അത് ഇല്ലാന്നൊരു രീതിയിൽ അതിന് പകരമായിട്ടൊരു ഫേക്ക് സ്റ്റോറി പ്രൊവൈഡ് ചെയ്യുന്നതും വെസ്റ്റേണേഴ്സ് തന്നെയാണ്. അതാണ് അവിടുത്തെ ഐറണി. പക്ഷെ ശരിക്കും റിയാലിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ പല കൾച്ചേഴ്സും ബിലീഫും വെസ്റ്റേണേഴ്സിനെക്കാട്ടിലും കുറച്ചും കൂടി റിച്ചാണ്. സുപ്പീരിയർ ആണ് ഒരിക്കലും പറയാൻ പറ്റില്ല, പക്ഷെ ഡിഫറെൻ്റ് ആണ്, പക്ഷെ റിച്ച് ആണ്. അവർക്കും അവരുടേതായ ഒരു റിയാലിറ്റി ഉണ്ട്. ആൻഡ് ദെൻ ഹി ടോക്സ് അബൌട്ട് ദി ഹെജമണി ആൻഡ് ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ സൊസൈറ്റി. പവർ ആൻഡ് ഹെജമണി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. ഹെജമണി എന്ന് പറഞ്ഞ ഗ്രാംചിയുടെ ഒരു കോൺസെപ്റ്റും കൂടിയാണ്. ബേസിക്കലി ഇവിടെ പറയുന്നത് ഓക്സിഡൻറ്റ് തന്നെയാണ് ഫുൾ അതോറിറ്റിയും ഏറ്റെടുക്കുന്നത്. ഓറിയൻറ്റിനെ ഡിഫൈൻ ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും ഉള്ളൊരു അതോറിറ്റി എടുക്കുന്നത് ഓക്സിഡൻറ്റ് തന്നെയാണ്. അതിനെ തന്നെയാണ് ഹെജമണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
എന്താണ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സൊസൈറ്റിയുടെയും സിവിൽ സൊസൈറ്റിയുടെയും ഒരു ഡിസ്റ്റിങ്ഷൻ കൂടി ഇവിടെ സെയ്ഡ് പറയുന്നുണ്ട്. ബേസിക്കലി ഇവിടെ പറയുന്നത് എന്താണ്, ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, തേർഡ് പാർട്ടിൽ പറയുന്ന ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്യുവർ ആൻഡ് പൊളിറ്റിക്കൽ നോളേജ് ആണ്. ഇതിൽ ഒരു പോയിൻ്റ് ആയിട്ട് വരുന്നത്, പൊതുവേ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്ടിനെ കുറിച്ചുള്ള കുറച്ച് നോളേജ് എല്ലാം നമ്മൾ പൊളിറ്റിക്കൽ അല്ല, അല്ലെങ്കിൽ അത് പ്യുവർ നോളേജ് ആണെന്ന് പറയുന്നു, നോൺ പൊളിറ്റിക്കൽ ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചൈനയെക്കുറിച്ചോ സോവിയറ്റ് യൂണിയനെ കുറിച്ചൊക്കെ പറയുന്ന നോളേജ് പൊളിറ്റിക്കൽ ആണെന്നും പറയുന്നു. അങ്ങനെ ഒരു ഡിവിഷൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതലും എന്താണ്, വേർഡ്സ്വർത്തിനെ കുറിച്ച് എഴുതുന്ന ആളോ അല്ലെങ്കിൽ കീറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളോ അങ്ങനത്തെ ഒരു ഹ്യൂമനിസ്റ്റിന് ഒരു കുറച്ചും കൂടി സിഗ്നിഫിക്കൻസ് കൊടുക്കാറില്ല. കാരണം എന്താ, അയാൾ പ്രാക്ടീസ് ചെയ്യുന്നത് നോൺ പൊളിറ്റിക്കൽ ആയിട്ടൊരു നോളേജ് ആയതുകൊണ്ട് ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ലോകത്തിന് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എഫക്റ്റായിട്ട് റിയാലിറ്റിയിൽ ഒരു രീതിയിലുള്ളൊരു എഫക്റ്റോ ചേഞ്ചോ കൊണ്ടുവരാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവിടെ വരുന്നുണ്ട്. പക്ഷെ അതേസമയം സോവിയറ്റ് എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്കോളർ ആണെങ്കിലോ, ആളുടെ കണ്ടുപിടുത്തങ്ങളും ആളുടെ തിയറീസും അപ്പം തന്നെ അത് സിഗ്നിഫിക്കൻ്റ് ആവും, ഇമ്പോർട്ടൻ്റ് ആവും. കാരണം എന്താ, അത് മാറുന്ന കാലത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ്, പൊളിറ്റിക്കൽ നോളേജ് ആയിട്ട് അത് ലേബിൾ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ പൊതുവെ അവിടെ വരുന്നത് ലിറ്ററേച്ചറിനെ ആർട്ടിനെയും നോൺ പൊളിറ്റിക്കൽ ആണ് എന്നുള്ളൊരു ലേബൽ കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അവിടെ കുറയ്ക്കുന്നു. പക്ഷേ സെയ്ഡ് പറയുന്നത് ലിറ്ററേച്ചറിന് അതിൻ്റേതായൊരു റോൾ ഉണ്ടെന്നും ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു കൊളോണിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വരെ നമ്മൾ ഉപയോഗിക്കുന്നത് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ യൂറോപ്യൻസ്, പൊതുവെ പറയുകയാണെങ്കിൽ യൂറോപ്യൻ കോളനൈസേഴ്സ് ഓരോ സ്ഥലം കീഴടക്കുമ്പോഴും അവരുടെ ഭാഷ അവിടെ പഠിപ്പിച്ചുകൊണ്ടാണ് അവിടെ ആധിപത്യം നേടിയെടുക്കുന്നത്. അപ്പോൾ അതിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഓൾ നോളേജ് ഇസ് പൊളിറ്റിക്കൽ. എല്ലാം ചിലത് നോൺ പൊളിറ്റിക്കൽ ആണ്, ചിലത് പൊളിറ്റിക്കൽ ആണ് എന്നുള്ള ഡിവിഷൻ വേണ്ട. ഓൾ നോളേജ് ഇസ് പൊളിറ്റിക്കൽ, ലിറ്ററേച്ചർ എസ്പെഷ്യലി. കാരണം കോളനൈസേഷൻ അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തന്നെ കാരണം ലിറ്ററേച്ചറാണ്, ലാംഗ്വേജ് ആണ്. അതുതന്നെയാണ് സിവിൽ സൊസൈറ്റിയുടെയും പൊളിറ്റിക്കൽ സൊസൈറ്റിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. കാരണം എന്താ, പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ ആരാണോ പവറിലിരിക്കുന്നത്, ആരാണോ ഡോമിനൻ്റ് പൊസിഷനിലിരിക്കുന്നത്, അവരുടെ ബിലീഫും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം അവർ സിവിൽ സൊസൈറ്റിയിലേക്ക്, അതായത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ഒബ്വിയസ്ലി ത്രൂ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അവർക്ക് ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയോ ഒരു ഗവൺമെൻറ്റോ ആരോ ആയിക്കൊള്ളട്ടെ, അവർക്കൊരു പോപ്പുലറായിട്ടുള്ളൊരു കുറച്ച് ബിലീഫ്സ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, അവർക്കത് പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് അത് കൊണ്ടുപോയി അതിനെ പോപ്പുലറൈസ് ചെയ്ത് ആ ഒരു ബിലീഫ് ഒരു ഐഡിയോളജിയായി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അവരെന്തായിരിക്കും ചൂസ് ചെയ്യുന്നത് ഒരു മീഡിയമായിട്ട്? ഒബ്വിയസ്ലി ലിറ്ററേച്ചറിനെ തന്നെയാണ്. ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ വരെ ആ ബിലീഫ്സിനെ അതുപോലെ അങ്ങ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ, പ്രിൻ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ഐഡിയോളജീസ് പോപ്പുലറൈസ്ഡ് ആകും. അതാണ് പൊളിറ്റിക്കൽ സൊസൈറ്റിയും സിവിൽ സൊസൈറ്റിയും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയാണ് ഓറിയൻ്റലിസത്തിലും ഈ ഒരു കാര്യം വരുന്നത്. കാരണം ഞാൻ പറഞ്ഞു, യൂറോപ്യൻ കോളനൈസേഴ്സ് ഒരു സ്ഥലത്ത് അവരുടെ ആധിപത്യം ചെലുത്തുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് അവരുടെ ഭാഷ നടപ്പാക്കുക. എല്ലാ സ്കൂൾസിലും അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ നേറ്റീവ്സിനെ, പൊതുവെ തന്നെ ആൾക്കാരെ എല്ലാം തന്നെ അവരുടെ ഭാഷ പഠിപ്പിക്കുന്നു. അതിലൂടെ ഒരു കാര്യം ഒരു ഡിവിഷൻ, ഒരു സുപ്പീരിയർ ഇൻഫീരിയർ എന്നൊരു ഡിവിഷൻ കൊണ്ടുവരുന്നുണ്ട്. യൂറോപ്യൻ ലാംഗ്വേജ് ആണ് സുപ്പീരിയർ, നേറ്റീവ് ലാംഗ്വേജ് ഫോർബിഡൻ ആണ്, അത് ഇൻഫീരിയർ ആണെന്നുള്ളൊരു ഡിവിഷൻ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ ബിലീഫ്, അവരുടെ ഒരു കസ്റ്റം, ട്രഡിഷൻ, അതെല്ലാം തന്നെ പഠിപ്പിക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത് ലിറ്ററേച്ചറിലൂടെയാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. വെസ്റ്റേണേഴ്സ് വന്നിട്ട് ഓറിയൻ്റ് ഇങ്ങനെയാണ്, ഓറിയൻ്റിൽ ആൾക്കാർ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്, ഇന്ന ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, ഇന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ
അത് വായിക്കുന്ന ഒരാൾക്കാർക്ക് വേറെ പ്രൂഫില്ല. അതുകൊണ്ട് അവർ എന്താണോ വായിക്കുന്നത് അത് അവർ വിശ്വസിക്കുന്നു. പക്ഷെ ഇത് വളരെ ബയസ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്കോഴ്സാണ്. കാരണം അവർക്ക് അത്രയും ഒരു ബയസ്ഡ് ആയിട്ടുള്ളൊരു കൺസംഷനാണ് വെസ്റ്റേണേഴ്സ് അല്ലെങ്കിൽ ഓക്സിഡൻറ്റിനുള്ളത്. അപ്പോൾ അവരിതിലൂടെ ഇങ്ങനെ പറയുന്നു, ഓറിയൻറ്റിന് റിയാലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഓറിയൻറ്റ് ഇൻഫീരിയർ ആണ്, ബാർബാറിക് ആണ്, അൺസിവിലൈസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അത് എഴുതി വെക്കുകയാണ്. ലിറ്ററേച്ചറിലൂടെ, ഡിസിപ്ലിനിലൂടെ, ഡിസ്കോഴ്സിലൂടെ വരെയാണ്. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആരായാലും, പ്രത്യേകിച്ച് ഓക്സിഡൻസും, ഈവൻ ഓറിയൻറ്റിലെ ആൾക്കാർ പോലും ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ലിറ്ററേച്ചർ വായിക്കുമ്പോൾ അവർ സ്വയം അങ്ങ് വിശ്വസിക്കും ഓറിയൻറ്റിലെ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ലിറ്ററേച്ചർ. ആൻഡ് നെക്സ്റ്റ് he talks about how Orientalism is not merely a political subject but also a cultural and a political factor. ഇതുകൊണ്ടാണ് ഓറിയൻ്റലിസം ഇപ്പോഴും പ്രൊമോട്ടായി നിൽക്കുന്നത്. ഇപ്പോഴും ഇത്രയും ഒരു 21st സെഞ്ച്വറിയിൽ നമ്മൾ ഓറിയൻറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓറിയൻറ്റിനെ കുറിച്ചും ഓറിയൻ്റലിസത്തിനെ കുറിച്ചും ഇത്രയും അധികം നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ കാരണം ഈ ഒരു ലിറ്ററേച്ചർ, ഈ ഒരു ഡിസ്കോഴ്സ് കൊണ്ട് തന്നെയാണ്. ആ ഒരു കോളനീസ് എല്ലാം തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. എല്ലാം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസായി മാറി പണ്ടത്തെ കാലത്തെ കോളനീസ്. പക്ഷെ ഇപ്പോഴും ആ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഓറിയൻ്റ് എന്നുള്ളൊരു വാക്ക് ഇപ്പോഴും പോപ്പുലറാണ്. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. അന്ന് എഴുതപ്പെട്ടിട്ടുള്ള ആ ഡിസ്കോഴ്സസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ വന്നിട്ടുള്ള ആ ഒരു സ്റ്റീരിയോ ടൈപ്പും ഒരു രീതിയിലുള്ളൊരു മിസ്കൺസെപ്ഷൻസും ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പ്യുവർ ആൻഡ് പൊളിറ്റിക്കൽ നോളജിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് മെത്തഡോളജിക്കൽ ക്വസ്റ്റിനെ കുറിച്ചാണ്. ഇതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഒരു തീസിസിനെ കുറിച്ചാണ്. കാരണം ഓറിയൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം ഇന്ത്യ ബിബ്ലിക്കൽ ലാൻഡ്സ് ആണെങ്കിലും പിന്നീട് ഏറെക്കുറെ എല്ലാ ഈസ്റ്റേൺ കൺട്രീസും അതിൽ എൻകാപ്സുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഈ ഒരു തീസീസിന് വേണ്ടി വളരെ മൈന്യൂട്ടായിട്ട് നാരോയിങ് ചെയ്യുന്നുണ്ട്. ജനറലി അദ്ദേഹം എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. വളരെ വേഗമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ച് ബ്രിട്ടീഷ്, ഫ്രഞ്ച്, അമേരിക്കൻ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിലും ബ്രിട്ടീഷ്, ഫ്രഞ്ച് എക്സ്പീരിയൻസാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. സോ ഹി മോസ്റ്റ്ലി ഫോക്കസസ് ഓൺ ദി ആംഗ്ലോ ഫ്രഞ്ച് അമേരിക്കൻ എക്സ്പീരിയൻസ് ഓഫ് ദി അറബ് ആൻഡ് ഇസ്ലാം. ആൻഡ് ഓൾദോ ഹി എലിമിനേറ്റ്സ് India, Japan, China and other sections of the Far East, he still acknowledges it. ഈ ഒരു തീസിസിൽ അദ്ദേഹം അതാണ് ചെയ്യുന്നത്. അറബ് ഇസ്ലാം സ്റ്റേറ്റ്സിൽ ഒരു ഫ്രഞ്ച്, ആംഗ്ലോ ഫ്രഞ്ച് അമേരിക്കൻ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിലും വേറെയും കൺട്രീസ് ഉണ്ട്, ഇന്ത്യ, ചൈന, ജപ്പാൻ എക്സെട്ര. ഇങ്ങനത്തെ കൺട്രീസിനെ കുറിച്ച് അദ്ദേഹം അക്നോളേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് അറബ് ഇസ്ലാം കൺട്രീസിനെ മാത്രമാണ്. And that's what he says. Britain and France dominated the Eastern Mediterranean from out at the end of the 17th century on. Yet, he says, his discussion of that domain and systematic interest does not do justice to the important contribution to Orientalism of Germany, Italy, Spain, Portugal, etc. And then he moves on to say that he talks about the Orientalism and about the historical authority in and the personal authority of Orientalism. ഇതിൽ പറയുന്ന 2 പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ലൊക്കേഷനും സ്ട്രാറ്റജിക് ഫോർമേഷനെ കുറിച്ചാണ്. ബേസിക്കലി എങ്ങനെയാണ് അവർ ഓക്സിഡൻസ് ഓറിയൻ്റലിസത്തിൻ്റെ പുറത്ത് ആ ഒരു അതോറിറ്റി ചെലുത്തുന്നതെന്ന് നമുക്ക് 2 വഴിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് സ്ട്രാറ്റജിക് ലൊക്കേഷൻ. അതെങ്ങനെയാണ്? ഹൗ ആൻ ഓതർ പ്ലേസസ് വിസ് ദി ഓറിയൻ്റൽ എലമെൻറ്റ്സ് ഇൻ ഹിസ് മെറ്റീരിയൽ. അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നതും ഇതന്നെയാണ്.
which is a way of describing the author's position in a text with regard to the Oriental material he writes about. അപ്പോൾ അതിൽ പറയുന്നത് സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓഥറിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് എന്താണോ ഓഥർ എഴുതുന്നത് അല്ലെങ്കിൽ പ്രീച്ച് ചെയ്യുന്നത്, ഓഥറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്താണോ അതാണ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് കുച്ചുഖാനമിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഫ്ലോബേർട്ട് പറയുകയാണ് കുച്ചുഖാനം എന്താണ്, എക്സോട്ടിക് ആണ്, സെക്ഷ്വലൈസ് ആണ്, അതുപോലെ തന്നെ എന്താണ് ഒരു അങ്ങനത്തെ രീതിയിൽ ഷീസ് എ ഗ്രേറ്റ് ഡാൻസർ എക്സെട്ര എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേ കുച്ചുഖാനമിനെ ഇമാജിൻ ചെയ്യത്തുള്ളൂ. പക്ഷേ ശരിക്കും അവരുടേതായിട്ടുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ അവിടെ കിട്ടുന്നില്ല, അവർക്കൊരു വോയിസ് ഇല്ല. എല്ലാം ഫ്ലോബേർട്ടിൻ്റെ വോയിസാണ്, ഫ്ലോബേർട്ടിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഒരു ഓറിയൻ്റൽ വർക്ക് എടുത്ത് നോക്കുമ്പോൾ കൂടുതലും വെസ്റ്റേൺ റൈറ്റേഴ്സ് അവരുടെ ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് എഴുതുന്നത്. അവരുടെ ഇമാജിനേഷനിൽ ഓറിയൻ്റൽ ലാൻഡ് ഇത്രയും എക്സോട്ടിക് ആണ്, അല്ലെങ്കിൽ ഇന്ന ക്രീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, ഇന്ന കാര്യങ്ങളായിരിക്കാം അവർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് വായിക്കുന്ന ഒരു റീഡർ സ്വാഭാവികമായിട്ടും അത് സത്യമാണ് എന്ന രീതിയിൽ വിശ്വസിക്കുന്നു. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കത്തില്ല. ബട്ട് പോപ്പുലർ ഡിസ്കോഴ്സ് അതായത് വൈറ്റ് മാൻസ് ലാംഗ്വേജ് അതായതുകൊണ്ട് എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. And the second one is strategic formation, which is a way of analyzing the relationship between text and the way in which group of text, type of text, even textual genres acquire mass, density and referential power among themselves and thereafter in the culture at large. ഇതിൽ പറയുന്നത് സ്ട്രാറ്റജിക് ഫോർമേഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ആൻഡ് ഹൗ ദേ അക്വയർ പവർ. It is somewhat similar to strategic location. ആദ്യത്തെ കാര്യത്തിൽ നമ്മൾ ഓഥറിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ കാര്യത്തിൽ ടെക്സ്റ്റിൻ്റെ പവറിനെ കുറിച്ചാണ് പറയുന്നത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ടെക്സ്റ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ പോലും ഏതാണോ പോപ്പുലറായിട്ട് നിൽക്കുന്നത്, ഏതാണോ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ്, അതിൻ്റെ ഡിസ്കോഴ്സാണ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഓറിയൻ്റൽ വർക്ക്സിൻ്റെ ഒരു ബേസിസിലാണ് നമ്മൾ ഇപ്പോഴും ഓറിയൻ്റലിനെ കുറിച്ചും ഓറിയൻ്റലിസത്തിനെ കുറിച്ചും സംസാരിക്കുന്നത്. ഈവൻ ഓറിയൻ്റൽ ലാൻഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവർ പോലും ഈ വർക്ക്സ് വായിച്ചുകൊണ്ട് അതിനെ വിശ്വസിക്കുന്നു. അവരുടെ റിയാലിറ്റി പോലും അവർ ഇഗ്നോർ ചെയ്യുകയാണ്. കാരണം പോപ്പുലറായിട്ടുള്ളൊരു വർക്ക് ഇതാണ്, അല്ലെങ്കിൽ പോപ്പുലറായിട്ടുള്ളൊരു ലാംഗ്വേജ് ഇതാണ് എന്നുള്ളൊരു ഫോൾസ് സുപ്പീരിയർ ഐഡിയോളജി ഉള്ളത് കൊണ്ട്. And later on, Said says that he is not looking for similarities, but he is looking for differences, and that is why he is insisting on the exteriority of Oriental text, because Orient's reality is something different and true. അപ്പോൾ ഇതിൽ സൈഡ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് His concern with the authority does not entail analysis of what lies hidden in the Orientalist text, but analysis rather of the text surface, its exteriority to what it describes. ആ ഒരു എക്സ്റ്റീരിയോറിറ്റിയാണ് സൈഡ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്, ഓറിയൻ്റൽ റിയാലിറ്റി വളരെയധികം വ്യത്യസ്തമാണ്. നമ്മൾ പറഞ്ഞു എത്രമാത്രം വർക്ക്സിൽ എഴുതുന്നത് കൂടുതലും റൈറ്റേഴ്സിൻ്റെ ഇമാജിനേഷൻ ആണെന്നും ശരിക്കുമുള്ളൊരു റിയാലിറ്റി അത്രത്തോളം വ്യത്യാസവും അത്രത്തോളം ഒരു റിച്ച് ആയിട്ടുള്ളൊരു റിയാലിറ്റി ആയിരിക്കാം. പക്ഷെ റൈറ്റേഴ്സിൻ്റെ ഇമാജിനേഷനിൽ വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു എക്സ്റ്റീരിയോറിറ്റിയാണ് സൈഡ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് അദ്ദേഹം പറയുന്നത്. വില്യം ജോൺസ് ആൻഡ് Anquetil Duperon, and after Napoleon's Egyptian expedition, Europe came to know the Orient more scientifically. Similarly, William Beckford, Byron, Goethe, Hugo reconstructed the Orient by their art and made its colors, lights and people visible through their images, rhythm and motive. അപ്പോൾ ഇതിലെല്ലാം പറയുന്നത് ഒരുപാട് റൈറ്റേഴ്സും ഒരുപാട് പെയിൻറ്റേഴ്സും ഒരുപാട് എക്സ്പ്ലോറേഴ്സും ഒക്കെ വന്ന് ഈ ഓറിയൻ്റ് എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ എല്ലാം
തരുന്നൊരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ട്രൂ റിയാലിറ്റി അല്ല, ഒരിക്കലും അത് ട്രൂത്ത് അല്ല, വെറും റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. പക്ഷേ പ്രശ്നം എന്താണ്? ഈ എക്സ്പെഡിഷൻസ് കേൾക്കുന്ന ആൾക്കാരും ബുക്സ് വായിക്കുന്ന ആൾക്കാരും പെയിൻറ്റിങ്സ് കാണുന്ന ആൾക്കാരും എല്ലാം ഇതാണ് സത്യം എന്നുള്ളൊരു രീതിയിൽ അത് വിശ്വസിക്കുന്നു. അതൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണോ എന്നുള്ളൊരു കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല. ദാറ്റ് ഈസ് വേർ ദി പ്രോബ്ലം ലൈസ്. ആൻഡ് ദെൻ that is why he says there are several Orients or types of Orients that exist today, like linguist Orient, Freudian Orient, Darwinian Orient, racist Orient, etc. And then he talks about how it is through the writers that the idea of Orientalism has been reinforced, like we have said before. And even though there are an ample selection of writers that he has also referenced, this book is still far from complete history or general account of Orientalism. ഇത് കുറച്ച് എന്താണ്, ഈ ബുക്കിൻ്റെ തന്നെ ഒരു ലിമിറ്റേഷൻസ് ആണ് അദ്ദേഹം പറയുന്നത്. അതായത് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓറിയൻ്റലിസം അല്ല, കാരണം ആംഗ്ലോ ഫ്രഞ്ച് അമേരിക്കൻ ഇൻഫ്ലുവൻസ് അറബ് ഇസ്ലാം സ്റ്റേറ്റ്സിൽ എങ്ങനെയാണ് വരുന്നതെന്നാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ലിമിറ്റേഷനാണ്. രണ്ടാമത്തേത് ഇത് കംപ്ലീറ്റ് ഹിസ്റ്ററി പറയുന്നില്ല. മൂന്നാമത്തേത് ഒരു എക്സ്റ്റീരിയോറിറ്റിയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു ബുക്കിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. There are 3 long chapters, 12 shorter units. Chapter 1 is titled The Scope of Orientalism. Chapter 2, Orientalist Structure and Restructure. Chapter 3, Orientalism Now. And in the conclusion, he talks about the personal dimension. അതായത് എഡ്വേർഡ് സെയ്ഡ് എന്ന് പറയുന്ന ഒരു പലസ്തീനിയൻ അമേരിക്കൻ സ്കോളർ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ ഒരു അല്ലെങ്കിൽ ഓറിയൻ്റലിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്നാണ് അദ്ദേഹം കൺക്ലൂഷനായിട്ട് പറയുന്നത്. He says, as a child he grew up in 2 British colonies and later he completed his education in the US. And he talks about how there is something called the Islamic Oriental, wherein how the European powers view ഇസ്ലാമിക് കൺട്രീസ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇവിടെ സ്റ്റാൻഡേർഡൈസേഷനും കൾച്ചറൽ സ്റ്റീരിയോടൈപ്പിങ്ങും ആണ്. അതായത് ഒന്ന് ഒരു ആൻറ്റി അറബ് അല്ലെങ്കിൽ ആൻറ്റി ഇസ്ലാമിക് പ്രജുഡിസ് വെസ്റ്റിലുണ്ട്. ഈ അറബ് ഇസ്ലാമിക് കൺട്രീസിലുള്ളവർ അത്രയും സിവിയറായിട്ടൊരു ക്രൈം സിവിയറായിട്ടൊരു പണിഷ്മെൻറ്റ്സ് ആണ് കൂടുതലും അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൺട്രീസിലുള്ളവർ ബാക്ക്വേർഡാണ്, ക്രൂവലാണ് എന്നുള്ള രീതിയിൽ ഒരു പോർട്രയൽ, ഒരു പ്രജുഡിസ് ഇപ്പോഴും വെസ്റ്റിൽ സജീവമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ സ്ട്രഗിൾ ബിറ്റ്വീൻ അറബ് ആൻഡ് ഇസ്രായേലി സിയോണിസം ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് അപ്പോൺ അമേരിക്കൻ ജ്യൂസ് ആസ് വെൽ ആസ് അപ്പോൺ ലിബറൽ കൾച്ചർ ആൻഡ് പോപ്പുലേഷൻ അറ്റ് ലാർജ്. ആ ഒരു അറബ്സും ഇസ്രായേലും തമ്മിലുള്ള, അതുപോലെ തന്നെ അമേരിക്കൻ ജ്യൂസും തമ്മിലുള്ള ഒരു സ്ട്രഗിളിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ ഭാവിയാണ് പിന്നീട് കൾച്ചറിലും പോപ്പുലേഷനിലും ലോകത്ത് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നീട് അഗെയിൻ ദി ഓൾമോസ്റ്റ് total absence of any cultural position, making it impossible either to identify with or dispassionately discuss the Arab or Islam. ബേസിക്കലി ഇതിൽ വരുന്നത് ആ ഒരു പ്രജുഡിസ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന കൺട്രീസും അവിടെ ജീവിക്കുന്ന ആൾക്കാരും ഇന്ന രീതിയിലുള്ള ആൾക്കാരാണെന്നുള്ളൊരു പ്രജുഡിസ്, ഒരു സ്റ്റീരിയോ ടൈപ്പ് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതലും ഈ ഒരു ഓറിയൻ്റ് എന്നുള്ളൊരു ഐഡിയ തന്നെ ഇപ്പോഴും നിലനിൽക്കാൻ കാരണമെന്ന് പറയുന്നുണ്ട്. അത് സെയ്ഡിന് പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ട്. So the web of racism, cultural stereotype, political imperialism, dehumanizing ideology holding in the Arab or Muslim is very strong. And it is this web which every Palestinian has come to feel as his uniquely punishing destiny.
And lastly, he talks about how the nexus of knowledge and power creating the Oriental and in a sense obliterating one as a human being is therefore not for him an exclusively academic matter, but it is an intellectual matter of some very obvious importance. അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതാൻ കാരണം തന്നെ ഇതുകൊണ്ടാണ്. ഇതൊരു അക്കാഡമിക് മാറ്റർ മാത്രമല്ല, ഒരു കുറേയൊക്കെ പേഴ്സണൽ എലമെൻസും അദ്ദേഹത്തിന് ഇവിടെയുണ്ട്. പക്ഷേ മെയിനായിട്ട് അദ്ദേഹം ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഐഡിയ ആണ്. എങ്ങനെയാണ് ഇപ്പോഴും ഈ ഒരു പ്രജുഡിസും സ്റ്റീരിയോടൈപ്പും ഈ ഒരു വെസ്റ്റേൺ ഐഡിയോളജിയുടെ ഇൻഫ്ലുവൻസും കാരണം ഓറിയൻ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കാലങ്ങളായി എക്സിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും ഈ ഒരു 21st സെഞ്ച്വറി പോലും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു എന്താണ് കാര്യത്തിൻ്റെ റീസണാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് more or less a short analysis of the introduction to Orientalism. ഇത് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനില്ല. ബട്ട് ബേസിക്കലി ഇനിയുള്ള ചാപ്റ്റേഴ്സിലും അദ്ദേഹം പറഞ്ഞു പോകുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ്. എന്താണ് അതിൻ്റെ ഒരു ഒറിജിൻ, അതുപോലെ ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് പല പോയിറ്റ്സും ആർട്ടിസ്റ്റും സ്കോളേഴ്സും വഴി ഈ ഒരു ഓറിയൻ്റലിസം റീഎൻഫോഴ്സ് ആകുന്നതെന്നും അൾട്ടിമേറ്റ്ലി എന്താണ് കോളോണിയൽ എക്സ്പാൻഷനും അതിലൂടെ തന്നെ ബ്രിട്ടീഷ്, ഫ്രഞ്ച്, അമേരിക്കൻ ഹെജമണിയെക്കുറിച്ചും അത് എങ്ങനെയാണ് ഈ ഒരു ഓറിയൻ്റലിസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പിന്നെ ഒരു ബുക്കിലോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത്. So his final comment is somewhat of a plea to the reader in the hope that if a greater understanding of the topic is derived from reading, then an unlearning of the process of cultural domination can conceivably begin. So he is basically asking for a rethinking of our idea of Orientalism. So that's the analysis of the introduction. I hope this was useful. So do like the video, share your comments, and if you're new to the channel, do subscribe as well. Thank you.